Hello everyone. Today we are going to discuss about perinatal hormones and behavioral development. Fetal hormones-ന്റെ ഇൻഫ്ലുവൻസും ഡെവലപ്മെൻറ്റ് ഓഫ് സെക്ഷൽ ബിഹേവിയറൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ടോപ്പിക്കിൽ നമുക്ക് പറയാൻ പോകുന്നത് ജസ്റ്റ് എന്താണ് പെരിനാറ്റൽ ഹോർമോൺസിൻ്റെ ബിഹേവിയറൽ ഇൻഫ്ലുവൻസ് എന്താണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. സെയിം പോയിൻറ്റ്സ് അവർ സ്റ്റഡീസൊക്കെ വെച്ചിട്ട് കോട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. സോ ചെറിയൊരു പാട്ടാണ്. അപ്പോൾ ബിഫോർ ദാറ്റ് പെരിനാറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി അന്നത്തെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് പെരിനാറ്റൽ എന്നുള്ളത്. അപ്പോൾ ഈ പെരിനാറ്റൽ പീരിയഡ് അല്ലെങ്കിൽ പെരിനാറ്റൽ ആ ഒരു സമയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പെരിനാറ്റൽ പീരിയഡ്സ് ഇസ് എ പീരിയഡ് ഇമ്മീഡിയറ്റ്ലി ബിഫോർ ആൻഡ് ആഫ്റ്റർ ബർത്തിൻ്റെ അല്ലെങ്കിൽ ഡെലിവറിക്ക് മുന്നേയുള്ള കുറച്ച് വീക്സും കുറച്ച് മുന്നേ അടുപ്പിച്ചുള്ള കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം അടുപ്പിച്ചുള്ള സമയത്ത് തന്നെയാണ് നമ്മൾ പെരിനാറ്റൽ പീരിയഡ് എന്ന് പറയാം. അപ്പോൾ ഈ പെരിനാറ്റൽ പീരിയഡിൽ ബർത്തിന് തൊട്ട് മുന്നേ ഉള്ള ആ സമയത്ത് നമ്മൾ പ്രിനാറ്റൽ പീരിയഡ് എന്നും ബർത്തിന് ശേഷമുള്ള സമയത്ത് നമ്മൾ എന്ത് പറയും, നിയോനാറ്റൽ പീരിയഡ് എന്നും കൂടെ പറയും. ഓക്കെ, അപ്പോൾ പെരിനാറ്റൽ പീരിയഡ് അല്ലെങ്കിൽ പെരിനാറ്റൽ എന്ന് പറഞ്ഞാൽ that is a period immediately before and after birth, and it includes prenatal and neonatal period. Prenatal means just before the birth and neonatal means just after the birth. Okay, അപ്പോൾ നമ്മൾ ഓൾറെഡി പ്രീവിയസ് സെക്ഷൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫീറ്റൽ ഹോർമോൺസ് എങ്ങനെയാണ് മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസിനെയും ബിഹേവിയറിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതേപോലെ എങ്ങനെയാണ് അത് നമ്മുടെ സ്ട്രക്ചറൽ ഡിഫറൻസ് ഇൻ ബ്രെയിൻസ് മെയിൽസിൻ്റെയും ഫീമെയിൽസിൻ്റെയും ബ്രെയിൻസിന് എങ്ങനെയാണ് സ്ട്രക്ചറലി അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഡിഫറൻസ് കൊണ്ടുവരുന്നത്, അതിൻ്റെ ഇൻഫ്ലുവൻസ് എന്താണെന്നുള്ള കാര്യങ്ങൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമായിരുന്നു അല്ലേ. ദെൻ ഇനി റീസെൻ്റ് ആയിട്ടുള്ള സ്റ്റഡീസും ഇപ്പോഴത്തെ എവിഡൻസസും, അതായത് റിസർച്ചസിൻ്റെ റിസൾട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ദ റോൾ ഓഫ് പെരിനാറ്റൽ ഹോർമോൺസ് ഇൻ ഷേപ്പിംഗ് ദ സെക്സ് റിലേറ്റഡ് ബിഹേവിയർ പീപ്പിൾ ഇൻ ദെയർ ലേറ്റർ ലൈഫ്. അപ്പോൾ ഈ പെരിനാറ്റൽ പീരിയഡിൻ്റെ അല്ലെങ്കിൽ ആ സമയത്ത് നമ്മളെ ബോഡിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എസ്പെഷ്യലി ഹോർമോണൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഹോർമോണൽ പ്രൊഡക്ഷൻ്റെ സ്റ്റാർട്ടിങ്, അങ്ങനെ ഒരു ചെറിയൊരു എക്സ്പോഷർ ഓഫ് ഹോർമോൺസ് പോലും അല്ലെങ്കിൽ ചേഞ്ചസ് പോലും നമ്മളെ പിന്നെ അതിന് ശേഷമുള്ള പീരിയഡ് അല്ലെങ്കിൽ നമ്മളെ ലേറ്റർ ലൈഫിൽ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ബിഹേവിയറിനെയും സെക്ഷൽ ഡെവലപ്മെൻറ്റിനെയും അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് പറയുന്നത്. അതായത് ഇപ്പോഴത്തെ പുതിയ സ്റ്റഡീസൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ റിസർച്ചിൻ്റെ റിസൾട്ടുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു പെരിനാറ്റൽ പീരിയഡ്സിൽ നമ്മളെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നമ്മൾ അഡൾട്ട് ലേറ്റർ ലൈഫിനെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. ആ ഒരു പോയിൻ്റാണ് കേട്ടോ ഓരോ സ്റ്റഡീസും പറയാൻ നോക്കുന്നത്. ദെൻ the hormonal theory of sexuality and gender identity holds that just as exposure to certain hormones plays a role in fetal sex differentiation, such exposure also influences the sexual orientation and or gender identity that emerges later in adulthood. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. അപ്പോൾ ഈ ഒരു ഹോർമോണൽ തിയറി ഓഫ് സെക്ഷുവാലിറ്റി ആൻഡ് ജെൻഡർ ഐഡൻറ്റിറ്റി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പെരിനാറ്റൽ പീരിയഡിൽ നമ്മളെ ബോഡിയിൽ ഉണ്ടാവുന്ന ചില ഹോർമോൺസിൻ്റെ എക്സ്പോഷർ അല്ലെങ്കിൽ ആ സമയത്ത് നമ്മളെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസിൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് നമ്മളെ ഫീറ്റൽ ബോഡീൻ്റെ സെക്സ് ഡിഫറൻഷിയേഷൻ മാത്രമല്ല, അതിന് ശേഷം it also influences sexual orientation of gender identity that emerges later in adulthood. ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന ഫീറ്റൽ ഡിഫറൻഷിയേഷൻ കൂടാതെ ലേറ്റർ ലൈഫിൽ ഉണ്ടാകുന്ന സെക്ഷൽ ഓറിയൻറ്റേഷനും ജെൻഡർ ഐഡൻറ്റിറ്റിനും ഒക്കെ അത് നന്നായിട്ട് അഡൾട്ട്ഹുഡിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രെയിൻ സ്ട്രക്ചർ ഓൾറെഡി ഫീമെയിൽ ഡിഫറൻഷിയേഷൻ വരുന്നതിന് മെയിൻ റോൾ എന്ന് പറയുന്നത് കെമിക്കൽ മെസ്സഞ്ചേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്ന നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസിനും അതുപോലെ തന്നെ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ജീൻസിൻ്റെ ഇൻട്രാക്ഷൻസ് വഴിയാണ് നമ്മൾ സെക്ഷൽ ഡിഫറൻസസ് ഇൻ ബ്രെയിനും അല്ലെങ്കിൽ ബ്രെയിൻ്റെ സ്ട്രക്ചർ മെയിൽ ഫീമെയിൽ ഡിഫറൻസ് ഒക്കെ വരുന്നത്. ഓക്കെ, on developing brain cells are believed to be the basis of sex difference in countless behavior including sexual orientation. ഈ ഒരു ചേഞ്ചസ് അല്ലെങ്കിൽ ഈ സ്ട്രക്ചറൽ ചേഞ്ചസ്
ഡ്യൂ ടു കെമിക്കൽ മെസ്സഞ്ചേഴ്സ് അല്ലെങ്കിൽ ജീൻസിൻ്റെ ഇൻട്രാക്ഷൻ വഴിയുള്ളത് എന്താണ്, നമ്മൾ ഇങ്ങനെ ബ്രെയിനിൻ്റെ മെയിൽ ഫീമെയിൽ ഡിഫറൻഷിയേഷൻ മാത്രമല്ല, റാദർ നമ്മൾ സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ബിഹേവിയേഴ്സിനെയും സെക്ഷൽ ഓറിയൻറ്റേഷനൊക്കെ ഫുള്ളായിട്ട് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, then prenatal factors that affect or interfere with the interaction of these hormones on the developing brain can influence later sex typed behavior in children. സെയിം പോയിൻ്റ് തന്നെയാണ്. അപ്പോൾ ആ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രിനാറ്റൽ പീരീഡിൽ അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് വീണ്ടും ലേറ്റർ സെക്സ് ടൈപ്പ്ഡ് ബിഹേവിയർ ഇൻ ചിൽഡ്രൻ. ഈ ചിൽഡ്രനിൽ അപ്പോൾ ഉണ്ടാവുന്ന മാറ്റങ്ങൾ അതിനേക്കാളും കൂടുതൽ ലേറ്റർ ലൈഫിലും അതിൻ്റെ ഇൻഫ്ലുവൻസ് കാണിക്കുന്നു. സെയിം പോയിൻ്റ് ആണ് കേട്ടോ, ഓൾറെഡി പറഞ്ഞിട്ടുള്ള. ദിസ് ഹൈപ്പോത്തിസിസ് ഈസ് ഒറിജിനേറ്റഡ് ഫ്രം കൗണ്ട്ലെസ് എക്സ്പെരിമെൻ്റൽ സ്റ്റഡീസ് ഇൻ നോൺ ഹ്യൂമൻ മാമൽസ്. ദ ആർഗ്യുമെന്റ് ദാറ്റ് സിമിലർ എഫക്ട്സ് ക്യാൻ ബി സീൻ ഇൻ ഹ്യൂമൻ ന്യൂറോ ബിഹേവിയറൽ ഡെവലപ്മെൻറ്റ് ഇൻ മച്ച് ഡിബേറ്റഡ് ടോപ്പിക് എമംഗ് അതേഴ്സ് സ്കോളേഴ്സ്. അപ്പോൾ ഇതുപോലെയുള്ള ഹൈപ്പോത്തിസിസ് എന്താണ്, നമ്മൾ നോൺ ഹ്യൂമൻ മാമൽസിലൊക്കെയാണ് ഇംപ്ലിമെൻ്റ് ചെയ്യുക. അതിനുശേഷം അത് നമ്മൾ ഹ്യൂമൻ ബീയിങ്സിൽ എത്രത്തോളം എഫക്റ്റീവ് ആവുമെന്ന് നമ്മൾ കമ്പയർ ചെയ്യാണ് ചെയ്യുക. പക്ഷേ ഈ ന്യൂറോ ബിഹേവിയറൽ ഡെവലപ്മെൻറ്റ് എങ്ങനെ കമ്പയർ ചെയ്താലും അതിപ്പോഴും ഒരു ഡിബേറ്റഡ് ടോപ്പിക്കായിട്ട് സ്കോളേഴ്സിൻ്റെ ഇടയിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നതാണ്. ദാറ്റ് മീൻസ് ഒരു വിഭാഗം ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും മറ്റൊരു വിഭാഗം അതിനെ എതിർത്തിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ റീസെൻറ്റ് സ്റ്റഡീസ് ഹൗവർ ഹാവ് പ്രൊവൈഡ് എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് പ്രിനാറ്റൽ ആൻഡ്രോജൻ എക്സ്പോഷർ ഇൻഫ്ലുവൻസിങ് ചൈൽഡ്ഹുഡ് സെക്സ് ടൈപ്പ്ഡ് ബിഹേവിയർ. റീസെൻറ്റ് സ്റ്റഡീസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രീനാറ്റൽ ആൻഡ്രോജൻ, അതായത് ആ പ്രീനാറ്റൽ പീരീഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻഡ്രോജൻ മീൻസ് സെക്സ് റിലേറ്റഡ് ഹോർമോൺസ് എന്താണ് ചൈൽഡ്ഹുഡ് സെക്സ് ടൈപ്പ്ഡ് ബിഹേവിയറിൽ നമ്മൾ ചൈൽഡ്ഹുഡിൽ കാണിക്കുന്ന സെക്സ് ടൈപ്പ്ഡ് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഫീറ്റൽ ഹോർമോൺസ് മേ ബി സീൻ ആസ് എയ്തർ ദ പ്രൈമറി ഇൻഫ്ലുവൻസ് അപ്പോൺ അഡൾട്ട് സെക്ഷൽ ഓറിയൻറ്റേഷൻ ഓർ ആസ് കോ ഫാക്ടർ ഇൻറ്ററാക്റ്റീവ് വിത്ത് ജീൻസ് ആൻഡ് എൻവയോൺമെൻറ്റൽ ആൻഡ് സോഷ്യൽ കണ്ടീഷൻ. അപ്പോൾ ഈ ഫീറ്റൽ ഹോർമോൺസ് ആ ഒരു ഫീറ്റൽ ഡെവലപ്മെൻറ്റിൻ്റെ സമയത്ത് ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് അഡൾട്ട് സെക്ഷൽ ഓറിയൻറ്റേഷന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓർ ആസ് കോ ഫാക്ടർ ഇൻറ്ററാക്റ്റീവ് വിത്ത് ജീൻസ് ആൻഡ് എൻവയോൺമെൻറ്റൽ സോഷ്യൽ കണ്ടീഷൻ. അതുകൂടാണ്ട് ജീൻ ഒരു കോ ഫാക്ടറാണ് ഫീറ്റൽ ഹോർമോൺസിനെ അല്ലെങ്കിൽ സെക്ഷൽ ബിഹേവിയർ കാണിക്കാൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിൽ ഫീറ്റൽ ഹോർമോൺസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കോ ഫാക്ടറായിട്ട് നിൽക്കുന്ന ആരൊക്കെയാണ്, ജീൻസും എൻവയോൺമെൻറ്റൽ ആൻഡ് സോഷ്യൽ കണ്ടീഷൻസൊക്കെയാണ്. അപ്പോൾ ഇതുകൂടാതെ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ സോഷ്യൽ കണ്ടീഷൻസ് ഒക്കെ നമ്മളുടെ സെക്ഷൽ ഓറിയൻറ്റേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റഡീസ് അതെന്താണെന്ന് പറഞ്ഞുതരാം. ഗാഷ്യ ഫൾഗറസ് ആൻഡ് ഡിക് സോബ് ഡിസഗ്രി ദാറ്റ് സോഷ്യൽ കണ്ടീഷൻ ഇൻഫ്ലുവൻസ് സെക്ഷൽ ഓറിയൻറ്റേഷൻ ടു എ ലാർജ് ഡിഗ്രി. അപ്പോൾ വേറെ സ്റ്റഡീസ് അല്ലെങ്കിൽ റീസെൻറ്റ് സ്റ്റഡീസൊക്കെ പറയുന്നത് ഇത് കൂടാതെ എൻവയോൺമെൻറ്റൽ ആൻഡ് സോഷ്യൽ കണ്ടീഷൻസ് ഫാക്ടേഴ്സൊക്കെ നമ്മുടെ സെക്ഷൽ ഓറിയൻറ്റേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവർ നടത്തിയ സ്റ്റഡീസ് എന്താണ്, ഇതിനെ സപ്പോർട്ട് ചെയ്യാത്ത സ്റ്റഡീസാണ്. അല്ലെങ്കിൽ ഈ ഒരു സോഷ്യൽ കണ്ടീഷൻ സെക്ഷൽ ഓറിയൻറ്റേഷനെ സപ്പോർട്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്ന് സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റഡീസാണ് ഗാഷിൻ്റെ സ്റ്റഡീസ് എന്ന് പറയുന്നത്. ആസ് സീൻ ഇൻ യങ് ചിൽഡ്രൻ ആസ് വെൽ ആസ് വെറ്റ് ആൻഡ് റീസസ് monkeys, sexually differentiated behavior in toy preference is differing in males versus females, where females prefer dolls and males prefer toy balls and cars. These preferences can be seen as early as 3 to 8 months in humans. അതായത് ഇവർ നടത്തിയ സ്റ്റഡീസിൽ എന്താണ് പറയുന്നത്, നമ്മളെ വേർവെറ്റ് ആൻഡ് റീസസ് മങ്കീസിലാണ് ഇവർ സ്റ്റഡി നടത്തിയത്. ചെറിയ കുട്ടികളിൽ കാണുന്ന പോലെ തന്നെ ഇവർ ഒബ്സർവ് ചെയ്ത ബിഹേവിയർ എന്താണെന്ന് വെച്ചാൽ ടോയ് പ്രിഫറൻസ്. നമ്മൾ പറയാറുണ്ട് പെൺകുട്ടികൾ എപ്പോഴും ഡോൾസും അങ്ങനെയുള്ള ഡോൾസ്, ടെഡ്ഡി ബിയർ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നവരും നമ്മൾ ഗിഫ്റ്റ്സൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രിഫർ ചെയ്യുന്നവരുമാണ്. നമ്മളും പ്രിഫർ ചെയ്യും, കുട്ടികളും പ്രിഫർ ചെയ്യും. അതുപോലെ തന്നെ മെയിൽസിലാണ് അല്ലെങ്കിൽ ചെറിയ ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കുറച്ചും കൂടെ ബോൾസ്, കാർസ്, അങ്ങനെ വെഹിക്കിൾസ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ് കുറച്ചും കൂടെ പ്രിഫർ ചെയ്യും. അപ്പോൾ ഈ പ്രിഫറൻസസ് 3 to 8 months ഹ്യൂമൻ ബീങ്സിൽ 3 to 8 months കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഓക്കെ,
Then it is impossible to completely rule out the social environment or the child cognitive understanding of gender when discussing sex step play in androgen exposed girls. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി ഇതാണ് സോഷ്യൽ കണ്ടീഷൻസ് കൊണ്ട് നമ്മൾ പറയുന്നത് കേട്ടോ. സോഷ്യൽ കണ്ടീഷൻസ് സെക്ഷൽ ഓറിയൻറ്റേഷൻ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പറഞ്ഞല്ലോ, കോഫാക്ടേഴ്സ് ആയിട്ട് ഇതും ഉണ്ട്. പക്ഷേ അതിന് സപ്പോർട്ടീവായിട്ട് പറയുന്നത് ഇങ്ങനെയുള്ള ഈ സെക്സ് ഡിഫറൻസ് അല്ലെങ്കിൽ സെക്സ് പ്രിഫറൻസസിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അതിനെ ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ സോഷ്യൽ എൻവയോൺമെൻറ്റും സോഷ്യൽ കണ്ടീഷൻസും സെക്ഷൽ ഓറിയൻറ്റേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ an endocrinologist study of Gaisha Flagas and Swaab postulated that in humans the main mechanism responsible for sexual identity and orientation involves direct effect of testosterone on the developing brain. അതായത് ഇങ്ങനെ ഈ സെക്ഷൽ ഓറിയൻറ്റേഷന് മെയിൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആരാ, അല്ലെങ്കിൽ എൻഡോക്രൈനോളജിസ്റ്റ് ആയിട്ടുള്ള ഗാഷ അവരുടെ സ്റ്റഡീസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹ്യൂമൻ ബീയിങ്സിലെ സെക്ഷൽ ഐഡൻറ്റിറ്റിൻ്റെ പിന്നിലുള്ള മെയിൻ മെക്കാനിസം അല്ലെങ്കിൽ സെക്ഷൽ ഓറിയൻറ്റേഷൻ എഫക്റ്റ് ചെയ്യുന്ന മെയിൻ മെക്കാനിസം എന്ന് പറയുന്നത് ടെസ്റ്റോസ്റ്റിറോണിൻ്റെ എഫക്റ്റാണ് ഓൺ ദി ഡെവലപ്പിംഗ് ബ്രെയിൻ. ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ബ്രെയിനിൽ അതിൽ എത്രത്തോളം എഫക്റ്റ് ഉണ്ടാക്കുന്നു അതിൻ്റെ ബേസിലാണ് സെക്ഷൽ ഓറിയൻറ്റേഷനും സെക്ഷൽ ഐഡൻറ്റിറ്റിയും ഒക്കെ നടക്കുന്നതെന്നുള്ളതാണ് പറയുന്നത്. ഫർദർ ദർ സ്റ്റഡി പുട്സ് ഫോർവേഡ് ദാറ്റ് ഇൻട്രായൂട്രൈൻ എക്സ്പോഷർ ടു ഹോർമോൺസ് ഈസ് ലാർജ്ലി ഡിറ്റർമിൻഡ്. അതുപോലെ തന്നെ അത് കൂടാണ്ട് അതിന് സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ സ്റ്റഡീസ് സപ്പോർട്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇൻട്രായൂട്രൈൻ എക്സ്പോഷർ ടു ഹോർമോൺസ് അല്ലെങ്കിൽ നമ്മളെ യൂട്രസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ sketching the argument briefly here, the authors say that sexual organs are differentiated first and then the brain is sexually differentiated. ഈ ഓതേഴ്സ് അല്ലെങ്കിൽ ഇവർ ഈ റിസർച്ചേഴ്സ് പറയുന്നത് ആദ്യം ഉണ്ടാവുന്നത് എന്താണ്, സെക്ഷൽ ഓർഗൻസ് ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതിന് ശേഷമാണ് ബ്രെയിന് സെക്ഷലി മെയിൽസിനും ഫീമെയിൽസിനും സെക്ഷലി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് പറയുന്നത്. അണ്ടർ ദ ഇൻഫ്ലുവൻസ് മെയിൻലി ഓഫ് സെക്സ് ഹോർമോൺസ് സച്ച് ആസ് ടെസ്റ്റോസ്റ്ററോൺ, ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ ഓൺ ദി ഡെവലപ്പിംഗ് ബ്രെയിൻ സെൽസ് ആൻഡ് അണ്ടർ ദ പ്രസൻസ് ഓഫ് ഡിഫറെൻറ്റ് genes as well. അതുപോലെ തന്നെ ഇവർ ഈ ടെസ്റ്റോസ്റ്ററോണും ഈസ്ട്രജനും പ്രൊജസ്ട്രോണൊക്കെ ഡെവലപ്പിംഗ് ബ്രെയിൻ സെൽസിനെ അല്ലെങ്കിൽ ജീൻസ് വഴി അതിന് എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളുടെ സെക്ഷൽ ഡിഫറൻഷിയേഷനും സെക്ഷൽ ഓറിയൻറ്റേഷനും നടക്കുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ഹോർമോൺസ് ആദ്യം സെക്ഷൽ ഓർഗൻസ് ഡിഫറൻഷിയേറ്റ് ചെയ്തതിന് ശേഷമാണ് സെക്ഷലി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ആ ഡിഫറൻഷിയേഷൻ എങ്ങനെയാണ്, അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് മെയിൻലി സെക്സ് ഹോർമോൺസ് വഴിയാണ് ആ സെക്ഷൽ, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് സെക്ഷൽ ഡിഫറൻഷിയേഷൻ നടക്കുന്നത്. എസ്പെഷ്യലി ഏതൊക്കെയാണ്, ടെസ്റ്റോസ്റ്ററോൺ, ഈസ്ട്രജന്, പ്രൊജസ്ട്രോൺ. ഓക്കെ, അപ്പോൾ അത് ഡെവലപ്പിംഗ് ബ്രെയിൻ സെൽസിനെ ഇൻഫ്ലുവൻസ് ചെയ്യും ത്രൂ ജീൻസ്. ഓക്കെ, ദ ചേഞ്ചസ് ബ്രോട്ട് എബൌട്ട് ദി സ്റ്റേജസ് ആർ പെർമനൻറ്റ്. അങ്ങനെ ഉണ്ടാകുന്ന ചേഞ്ചസ് ഇങ്ങനെ സെക്ഷൽ ഡിഫറൻഷിയേഷൻ എന്തായിരിക്കും, പെർമനൻ്റ് ആയിരിക്കും. Sexual differentiation of the brain is not caused by hormones alone, even though they are very important for gender identity and sexual orientation. ഈ സെക്ഷൽ ഡിഫറൻഷിയേഷൻ ഹോർമോൺസിൻ്റെ ഹോർമോൺസിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് മാത്രമല്ല, വേറെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. പിന്നെ ഈ ഹോർമോൺസ് എന്തിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളെ ജെൻഡർ ഐഡൻറ്റിറ്റിക്കും അതുപോലെ സെക്ഷൽ ഓറിയൻറ്റേഷനും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ സെയിം സാധനമാണ് പറയുന്നത്, അതായത് പെരിനാറ്റൽ ഹോർമോൺസ് നമ്മളെ ഫീറ്റൽ പീരിയഡിൽ മാത്രമല്ല, നമ്മളെ ലേറ്റർ ലൈഫിൽ അഡൾട്ട്ഹുഡിൻ്റെ എല്ലാ സെക്ഷൽ ബിഹേവിയേഴ്സിനും സെക്ഷൽ ഓറിയൻറ്റേഷനും സെക്ഷൽ ഐഡൻറ്റിറ്റിനൊക്കെ എല്ലാം നല്ല ഹൈലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ അതിൽ പറയാനുള്ളത് എന്താ, നമ്മളുടെ ബ്രെയിൻ ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത് ഹോർമോൺസ് കൊണ്ട് മാത്രമല്ല, റാദർ ജീൻസ് അങ്ങനെയുള്ള ജീൻസ് വേറെ ഫാക്ടേഴ്സൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ സെക്ഷൽ ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ സെക്ഷൽ ഓറിയൻറ്റേഷൻ സെക്ഷൽ ഐഡൻറ്റിറ്റി എന്നൊക്കെ പറയുന്നത് ഹോർമോൺസും സോഷ്യൽ കണ്ടീഷൻസും പിന്നെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സോ എല്ലാം കൂടെ കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ഒരു സെക്ഷൽ ഐഡൻറ്റിറ്റി ഓറിയൻറ്റേഷനൊക്കെ ഒരു ഇൻഡിവിജ്വൽ ഉണ്ടാക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ചെറിയൊരു ടോപ്പിക്കാണ്. താങ്ക് യു.